പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മരുന്നടിയാണ്. അപ്പോൾ എന്തെല്ലാമാണ് നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഐറ്റങ്ങൾ മരുന്നിൻ്റെ കൂടെ ആയിട്ട് എന്നാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും നല്ല മഴ കിട്ടി, അത്യാവശ്യം തെളിച്ചുള്ള സമയം നോക്കി നമുക്ക് മരുന്നടിച്ചില്ല എങ്കിൽ വീണ്ടും ഒരു മഴക്കാലം ഏത് മാത്രമാണ് അല്ല എത്രമാത്രം മഴ ഉണ്ടാകുമെന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ മരുന്നായിട്ട് അല്ലെങ്കിൽ മരുന്നിൻ്റെ കൂടെ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം ഓരോ സാധനവും പരിചയപ്പെടുത്താം. എന്താണ് എക്യാലക്സ്? ക്വിനാൽഫോസ് എന്ന് പറയുന്ന കെമിക്കലാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് കരാട്ടെ നമ്മൾ സിജൻഡായുടെയാണ്, എക്യാലക്സ് സിജൻഡായുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കെമിക്കൽ നെയിം ലാംഡ സൈലോത്രി 5%. ഇത് ക്വിനാൽഫോസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് രണ്ടും എത്രയാണ് ഡോസേജ്? 200 എന്നാണ്. എൻ്റെ കൃഷി രീതികളിൽ ഒരു ശകലം ഡോസ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് പലരും പല ഡോസിലാണ് ഇതൊക്കെ ചേർത്ത് അടിക്കാൻ പറയുന്നത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് 200 ലിറ്റർ വെള്ളത്തിൽ, അതായത് ഒരു ബാരലിന്, ഇതാണ് ഒരു ബാരലെന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ബാരലിന് ഈ നീല വരയ്ക്ക് താഴെയുള്ള വരയാണ് 200 ലിറ്റർ. അതിന് മുകളിലോട്ടുള്ള ഇത്രയും ഭാഗം 225, 230, 220 എന്നിങ്ങനെ അളവിൽ ഈ ബാരലിന് അളവ് കാണും. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബാരൽ വരെയാണ് നിലവിൽ, ഈ വര വരെയാണ് 200 ലിറ്റർ എന്ന് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എക്യാലക്സ് 200 ലിറ്ററിന് നമ്മൾ 300 മില്ലിയാണ് ചേർക്കുന്നത്. കരാട്ടെ ഒരു 130 വരെ ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യും. അതാണ് 200 ലിറ്ററിൻ്റെ ഡോസേജ്. കരാട്ടെ 130 വരെയും, എക്യാലക്സ് കുറവൊന്നുമില്ല, 300 മില്ലിയാണ് നമ്മൾ. ഈ എക്യാലക്സ് കരാട്ടയുടെ കോംബോയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൊറി തണ്ടുതുറപ്പൻ നല്ല കൺട്രോളാവും. പിന്നെ ശരം നല്ല വെള്ളി പോലെ നല്ല വെളുത്ത് നല്ല ഫ്രഷായിട്ട് നിൽക്കും. അതാണ് ഈ എക്യാലക്സ് കരാട്ടയുടെ കോംബോ നമ്മൾ ഉപയോഗിച്ചാലുള്ള ഗുണം. അത് നമുക്ക് ഏകദേശം ഒരു 25 ദിവസം വരെ നമുക്ക് തണ്ടുതുറപ്പിൽ നിന്നും ചൊറിപ്പലിൽ നിന്നുമെല്ലാം നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഒരു ഗുണം കിട്ടും. വിലയിലും ബാരലിന് വരുമ്പോഴത്തേക്കും ബാരൽ കോസ്റ്റും തീർത്ത് കുറവുമാണ്. നമുക്ക് ഏകദേശം 1 ലിറ്റർ എക്യാലക്സിന് ഏകദേശം ഒരു 700 രൂപയിൽ താഴെയും കരാട്ടയും അതിനടുത്തേ വില വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബാരൽ ഉണ്ടാക്കാനായിട്ട് വലിയ ചിലവൊന്നുമില്ല. രണ്ടാമതായിട്ട് ചേർക്കേണ്ട ഒരു സാധനമാണ് മൈക്രോജെറ്റ്, കാൾജെറ്റ്, അങ്ങനെ 2 ഐറ്റങ്ങളുണ്ട്. നിങ്ങളുടെ തൊട്ടടുത്ത കടകളിലൊക്കെ കിട്ടാനുള്ള ഒരു സാധനമാണ് ഞാൻ. കാരണം പല വീഡിയോകളിലും, നേരത്തെ എൻ്റെ വീഡിയോകളിലൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കാരണം നിലവിൽ പല കടകളിലും ഇപ്പം നിലവിൽ കിട്ടാനുണ്ട്. അപ്പം ഇത് 200 ലിറ്ററിന് നമുക്ക് വേണ്ടത് 1/2 കിലോയാണ്. 200 ലിറ്ററിന് ഈ പാക്കറ്റ് 1/2 കിലോയാണ്. ഇത് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തുള്ള മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ പൂർണ്ണമായിട്ടും തടയാൻ തന്നെ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മഞ്ഞപ്പിഞ്ച് പൊഴിയുന്നുണ്ടെങ്കിലൊക്കെ മരുന്നിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്റർ ഒരു സാധനമാണ് കാൾജെറ്റ് അല്ലെങ്കിൽ മൈക്രോജെറ്റ്. ഇത് കടകളിൽ കിട്ടാനില്ല എങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നമ്മളിതെല്ലാം ഗുരുജിയുടെ കടയിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം എടുക്കുന്നത്. ഗുരുജിയുടെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കുമ്മണിയിൽ നിന്ന് ബസ് നിങ്ങളുടെ ഏത് ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിലും ആ ബസ്സിലാണെങ്കിലും ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും പുള്ളി. അപ്പോൾ അവിടെ പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴി ചെയ്ത് കാര്യങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി. നിങ്ങൾക്ക് ബസ്സിന് പോയി ഒന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഓരോ പ്രൊഡക്റ്റും പോയി കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നേരിട്ട് ചെന്നാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ബസ്സിന് കൊടുത്തു വിടും. അപ്പം ഇതാണ് കാൾജെറ്റ്. ഇത് 1/2 കിലോയാണ് 200 ലിറ്റർ വേണ്ടത്. ഇനി വേണ്ട ഒരു സാധനമാണ് നമുക്ക് ജിബ്രലിക്. ഇത് ജിബ്രലിക് ആസിഡ് 0.001% ആണിതുള്ളത്. ഇത് 1 ലിറ്റർ ആയിട്ട് വരുന്ന ഒരു ജിബ്രലിക്കാണിത്. ഇതും അത്യാവശ്യം നല്ല ഒരു സാധനമാണ്. ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ജിബ്രലിക്. കോശ വിഭജനം
അല്ലെങ്കിൽ പൂവുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്നാ പറയണേ, ചെടികളിലേക്ക് ഒരു കോശ വിഭജനം നടത്തുക. നമുക്ക് ശരം അല്പം നീളണം, ചിമ്പടിക്കണം, തട്ടയ്ക്ക് ഇച്ചിരി പൊക്കം വെക്കണം, അല്ലെങ്കിൽ നീളം കൂട്ടണം. ഇങ്ങനെയുള്ള പ്രക്രിയയെല്ലാം ഈ പറഞ്ഞ ജിബ്രലിക് കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ജിബ്രലിക് ആസിഡിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 ലിറ്ററിന് 100 മില്ലിയാണ്. അല്ലാതെ നമുക്ക് ആംബ്യൂൾ ആയിട്ടും കിട്ടും. അത് 10 ml 200 ലിറ്റർ വെള്ളത്തിൽ ചേർക്കാം. അതൊരു ആംബ്യൂൾ 200 ലിറ്ററിനാണ് വരുന്നത്. ഇതിന് ഏകദേശം നമുക്ക് ഒരു ഏകദേശം അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു 600 രൂപയ്ക്ക് താഴെ ഉള്ള വിലയ്ക്കാണ് ഈ സാധനവും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കൃത്യം വില ഞാൻ നോക്കിയില്ല. എന്താണെങ്കിലും നമുക്ക് വേണ്ട സാധനം ജിബ്രലിക് ആസിഡാണ്. വില ഓരോ കടകളിലെയും അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെയും വ്യത്യാസപ്പെട്ടിരിക്കുന്ന കാരണം വിലയുടെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. കാരണം പലർക്കും പല വിലയായിരിക്കും. അപ്പം നമ്മൾ ആ കടയിൽ നിന്ന് ഈ കടയിൽ നിന്നൊക്കെ എടുത്തിട്ട് അയ്യോ അവിടെ വില കൂടുതലാണ് ഇവിടെ വില കുറവാണ് അങ്ങനെയുള്ള ഒരു എന്നാ പറയണേ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് എടുക്കാം. അത് ഇന്ന കടയിൽ നിന്ന് എടുക്കാനൊന്നും നമ്മൾ കൃത്യം പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കുക. ഇല്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ ഗുരുജിയുമായിട്ട് ബന്ധപ്പെട്ട് മേടിക്കാൻ പറ്റുന്നവർ ഗുരുജിയായിട്ട് തന്നെ മേടിച്ച് ബന്ധപ്പെടുക. പിന്നെ നമുക്കൊരു സാധനമാണ് ഫെമിഗ്രോ. എൻ്റെ പല യൂട്യൂബ് ചാനലിലും ഈ ഫെമിഗ്രയെ കുറിച്ച് പേരെടുത്തൊരു ഐറ്റമാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ സാധനം പൂ ഉണ്ടാക്കുക, അതായത് പൂ അത്യാവശ്യം നല്ല രീതിയിൽ പൂ ഉണ്ടാകും. ഫ്ലവറിങ് ഒരു ടോണിക്കാണ് ഫെമിഗ്രോ. ഇത് നിങ്ങൾ പലർക്കും അറിവുള്ളതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവലിൽ പെൺപൂക്കൾ കൂടുതലായിട്ടുണ്ടാകാൻ ഈ ഫെമിഗ്രോ നമ്മൾ യൂസ് ചെയ്താൽ പാവലെ പെൺപൂക്കൾ ഉണ്ടായിട്ട് ധാരാളം കായ ഉണ്ടാകാനായിട്ട് സാധിക്കുന്ന ഒരു സാധനമാണിത്. അപ്പം ഇത് 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 4000 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. ഇതിൻ്റെ ഡോസേജ് കമ്പനി പറയുന്നത് നിലവിൽ 25 മില്ലി പെർ 100 ലിറ്ററാണ്. 25 മില്ലി 100 ലിറ്ററിലാണ് പച്ചക്കറി പോലുള്ളതിന്, അല്ലെങ്കിൽ മുല്ലയ്ക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. ഇത് നിലവിൽ ഇപ്പോൾ ശരിക്കും പൂവുണ്ടായി മുല്ലയിൽ നിന്ന് ആദായം എടുക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് 25 മില്ലി പോരാ, നമുക്കൊരു 80 മില്ലി 200 ലിറ്ററിന് നമ്മൾ ചേർത്തടിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ടാകും. ഇത് നമുക്ക് മരുന്ന് ഇത്രയും വിലയുള്ള കാരണമാണ് നമ്മളിത് മരുന്നിൻ്റെ കൂടെ കൊടുക്കുന്നത്. മരുന്ന് നമ്മൾ അല്ലെങ്കിൽ പോളിയാറിൻ്റെ കൂടെയൊക്കെ അടിക്കാം. കാരണം അന്നേരം ഇത്രയും വിലയുള്ളത് കാരണം നമ്മൾ പോളിയാറൊക്കെ നിലവിൽ ഒരു ചെടിക്ക് ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 3 ലിറ്റർ 4 ലിറ്റർ 5 ലിറ്ററൊക്കെ അടിക്കുന്ന ചെടികളുണ്ട്. അപ്പോൾ അന്നേരം ഭയങ്കരമായിട്ട് ബാരൽ കോസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് മരുന്നിൻ്റെ കൂടെ സ്പ്രേ ചെയ്ത് വിടുന്നത്. അപ്പം ഇത് പല കടകളിലും ഇപ്പോൾ ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ്സിനോ അല്ലെങ്കിൽ പോയി മേടിക്കാനോ ഗുരുജി സഗ്രുമായിട്ട് ബന്ധപ്പെട്ടാൽ സാധിക്കും. തൊട്ടടുത്ത കടകളിൽ അന്വേഷിച്ച് നോക്കുക. കാരണം പല വീഡിയോയിലും ഞാൻ ചെയ്തിരിക്കുന്ന കാരണം പല കടക്കാരും ഇപ്പോൾ ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഫെമിഗ്രോ. പിന്നെ വേണ്ടത് നമുക്ക് പശയാണ്. ഇപ്പോൾ ഈ മഴക്കാലവും വേനൽക്കാലത്തും നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പശ ചേർക്കാതെ ഒരു സാധനവും അടിക്കാറില്ല. അപ്പോൾ നമ്മൾ പശ ചേർത്ത് അടിക്കുമ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡിങ് ഉണ്ടാകുകയും ചൊറി അല്ലെങ്കിൽ തണ്ടുതുറപ്പൻ മാക്സിമം കുറയുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഐറ്റങ്ങൾ ചേർത്താണ് ഈ ഒരു മരുന്നടി ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ മരുന്ന് കൂട്ടി വെച്ചിരിക്കുന്ന ചെറിയ മഴമൂടലൊക്കെ ഉള്ളത് കാരണം എല്ലാവരും സ്പ്രെഡർ ചേർത്ത് അടിക്കാൻ ശ്രദ്ധിക്കുക മാക്സിമം. അപ്പം ഒരു 15 ദിവസം കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇതിൽ ഫ്ലവറിങ് എന്തുമാത്രം ഉണ്ടായി എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിലവിൽ ആ സമയങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നീടുള്ളത് ഇനി അടുത്തത് ഇത് കൊടുത്ത് ഒരു 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ പോളിയാർ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മരുന്നാണേലും ഫംഗിസൈഡ് ആണേലും ടോണിക് ആണേലും എന്ത് ഐറ്റം ആണേലും ആദ്യമേ നല്ല രീതിയിൽ കുലുക്കിയിട്ട് നമ്മൾ അളവ് മില്ലി എടുത്ത് അളവ് മില്ലിയിൽ ഒഴിക്കുക. എത്ര മില്ലിയാണോ വേണ്ടത് അളവ് മില്ലി നമ്മൾ ഒഴിക്കുന്നു. 100 മില്ലി ജിബ്രലിക്. അത് നമ്മളിങ്ങനെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ആ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ആദ്യമേ തന്നെ അങ്ങ് ശരിക്ക് യോജിപ്പിക്കുക. വെള്ളത്തിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കുക.
എന്നിട്ട് വേണം ഒരു കമ്പൊക്കെ എടുത്ത് നല്ല രീതിയിൽ ഇളക്കുക. വെള്ളമായിട്ട് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ 200ൻ്റെ ബാറിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കുക.